السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കൃപ നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. വഖഫ് എന്താണ്? വഖഫ് ആരാണ് അവകാശി എന്നുള്ള ഒരു തലക്കെട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വഖഫ് എന്ന് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമേതര സമൂഹം പോലും ഇന്ന് വഖഫ് എന്നുള്ളത് യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. പക്ഷേ വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷാപരമായിട്ട് അൽ വഖഫു, വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹബ്സു അവിൽ മൻഉ എന്നാണ്. അതായത് ഒരു വസ്തുവിനെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ മതപരമായിട്ടുള്ള ഭാഷ ദീനീപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്സുൽ ഐനി അൻ തംലീകിഹാ ലി അഹദിൻ മിനൽ ഇബാദി വത്തസദ്ദുഖി ബിൽ മൻഫഅതി അലാ മസ്റഫിൻ മുബാഹിൻ എന്നുള്ളതാണ്. അതായത് ഒരു വഖഫ് അത് ചെയ്യുമ്പോൾ
മനുഷ്യരിൽപ്പെട്ട ഒരാൾക്കും അതിൻ്റെ ഉടമസ്ഥാവകാശമില്ലാത്ത വിധത്തിൽ അത് അനുവദനീയമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന ഒന്നിനാണ് വഖഫ് എന്ന് പറയുക. ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, സുസ്ഥിരമായിട്ടുള്ള ഒരു ദാനം, ദീർഘകാലം ജനോപകാരപ്രദമായി നിലകൊള്ളുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൗതിക നേട്ടങ്ങളൊന്നും തന്നെ മോഹിക്കാതെ ആഗ്രഹിക്കാതെ അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് സമർപ്പിക്കുക, അതാണ് വഖഫ് എന്നുള്ളത്. സ്വദഖത്തുൻ ജാരിയ എന്നും ഇതിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വദഖ എന്ന് പറഞ്ഞാൽ ദാനം, ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന, പ്രവഹിക്കുന്ന. അപ്പോൾ ഒരു ഒഴുകുന്ന ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ മനുഷ്യൻ ഈ വഖഫ് ചെയ്യുന്നത് മുതൽ എത്ര കാലമാണോ ആ വഖഫ് ജനങ്ങൾ അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അനന്തകാലം അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ നന്മ, അതിൻ്റെ കൂലി ആ മനുഷ്യന് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നു. അതാണ് സ്വദഖത്തുൻ ജാരിയ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വഖഫ് ചെയ്യുന്ന ആളെ വാഖിഫ് എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് വാഖിഫ് എന്നാണ് പറയുക. അതുപോലെ വഖഫ് ചെയ്യുന്ന വസ്തു, അത് ഭൂമിയാകാം, ബിൽഡിംഗ് ആകാം, അതുപോലെ മറ്റുള്ള ഉപകാരപ്രദമായിട്ടുള്ള പല സംഗതികളും ആകാം. അതിന് മൗഖൂഫ് എന്ന് പറയുന്നു, വഖഫ് ചെയ്യപ്പെടുന്ന സംഗതി എന്ന്. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഒരാൾ വഖഫ് ചെയ്താൽ ആ ചെയ്യുന്ന വ്യക്തി വാഖിഫ്, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ഭാര്യക്കോ ബന്ധുക്കൾക്കോ അതിൽ അവകാശമുണ്ടായിരിക്കുന്നതല്ല. അതിൽ പൈതൃക സ്വത്തായിട്ട് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്വത്തുക്കൾ മക്കൾക്കിടയിൽ, മറ്റുള്ള അവകാശികൾക്കിടയിൽ പിന്നെ വീതം വെക്കുന്നത് പോലെ, ഓഹരി വെക്കുന്നത് പോലെ ഈ വഖഫ് ചെയ്യപ്പെട്ട വസ്തു അത് പൈതൃക സ്വത്തായിട്ട്, അനന്തരാവകാശമായിട്ട് വീതം വെക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ സ്വത്ത് ദാനം ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒട്ടേറെ നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന വളരെ പരിശുദ്ധമായിട്ടുള്ള, ഏറേറെ പരിപാവനമായിട്ടുള്ള ഒരു ദാനമാണ് വഖഫ് എന്ന് പറയുന്നത്. എന്താണ് സദക്കയും സദക്കത്തുൻ ജാരിയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം സദക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ അയാളുടെ കുഞ്ഞ്, അയാളുടെ ഒരു കുട്ടി അതിന് അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ലാതെ ആളുകളോട് പണം ചോദിക്കുകയാണ്, നമ്മോട് പണം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നു, ചികിത്സ സ്വീകരിക്കുന്നു, കുട്ടിയുടെ അസുഖം ഭേദമാകുന്നു, അല്ലെങ്കിൽ അത് കുറയുന്നു. ആ സാധുവായ മനുഷ്യന് നമ്മൾ ചെയ്യുന്ന ആ സഹായം വമ്പിച്ച ആശ്വാസമാണ്. അത് ചെറുതല്ലാത്ത ഒരു സഹായമാണ്. പക്ഷേ ആ അസുഖം മാറി അല്പം കഴിഞ്ഞാൽ വീണ്ടും അസുഖമുണ്ടായാൽ, വീണ്ടും അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. ആ പാവപ്പെട്ട മനുഷ്യന്, ആ സാധു വീണ്ടും പണത്തിന് വേണ്ടിയിട്ട്, പിന്നെ യാചനക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള സ്വതക്ക എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസമാണ് അതുകൊണ്ട് കിട്ടുന്നത്. എന്നാൽ സ്വതക്കത്തുൻ ജാരിയ, വഖഫ് എന്ന് പറഞ്ഞാലോ, ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹം ഒരു ക്ലിനിക്ക് സ്ഥാപിക്കുകയാണ്, ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണ്. ആ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, ഡോക്ടറും നഴ്സും അല്ലാത്ത സ്റ്റാഫുകൾ, ലബോറട്ടറി, മറ്റുള്ള സംവിധാനങ്ങൾ, മെഡിക്കൽ ഷോപ്പ്, ഇതൊക്കെ നടത്താനുള്ള വരുമാനം, നടത്തിപ്പിനുള്ള വരുമാനം ഉൾപ്പെടെയുള്ള കാര്യമാണ് അദ്ദേഹം വഖഫ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഒരു സംവിധാനമുണ്ട് എങ്കിൽ സൗജന്യമായി പാവപ്പെട്ട ജനസമൂഹത്തിന് ഉപകാരം കിട്ടുന്ന വിധത്തിലുള്ള ഒരാശുപത്രി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആ യാചന നടത്തിയിട്ടുള്ള സാധു കുഞ്ഞിൻ്റെ വേദനയുള്ള ശരീരവുമായിക്കൊണ്ട് മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന ആ പിതാവ് മാതാവ് പണക്കാരുടെ വീട്ടിൽ പണത്തിന് വേണ്ടി ചികിത്സക്ക് വേണ്ടി യാചിക്കേണ്ടെന്നൊരവസ്ഥയില്ല. അപ്പോൾ അതാണ് സ്വതക്കത്തുൻ ജാരിയയും സാധാരണഗതിയിലുള്ള സ്വതക്കയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ യതീംഖാന എന്ന് പറയുന്ന പിതാവിൻ്റെ വാത്സല്യം നഷ്ടപ്പെട്ട പിഞ്ചു മക്കൾ, ആ ബാലന്മാർ, അവരെ സംരക്ഷിക്കാനുള്ള കേന്ദ്രമാണ്. അപ്പോൾ അതിനു വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? വീണ്ടാന്തരം അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കടന്ന് ചെന്ന് സംഭാവനകൾ സ്വീകരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ സംഭാവനക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പണം കൊടുക്കുകയാണ്. 50, 100, 200 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എത്രയാണ് കൊടുക്കുകയാണ്. അതെന്താണ്? ഒരു താൽക്കാലിക ആശ്വാസമാണ്. ആ പിരിവുകാരൻ 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും വരികയാണ്. അതേ അവസരത്തിൽ കാലാകാലം ആ അനാഥ മക്കൾക്ക് വസ്ത്രം, ചികിത്സ, പാർപ്പിടം, അതുപോലെ പഠനോപകരണങ്ങൾ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾ, ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്, അങ്ങനെയുള്ള ഒരു സംഭവം, ഒരു ബിൽഡിംഗ് ആവട്ടെ, കുറച്ച് കട റൂമുകളുള്ള ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു വലിയ തെങ്ങിൻ തോപ്പാവാം, അല്ലെങ്കിൽ മറ്റു വല്ലതുമാകാം. അങ്ങനെയുള്ള ഒരു വഖഫ് ആ യതീംഖാനക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസീവറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട് നീളെ വീടാന്തരം കടകൾ തോറും അങ്ങനെ കയറി പിരിക്കേണ്ടുന്ന ഒരാവശ്യമുണ്ടാവുകയില്ല. ആ ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മുടെ സമുദായം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളർന്നു വന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ കഴിഞ്ഞ കാലം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പള്ളിയും മദ്രസയും യതീംഖാനയും ദീനീ സ്ഥാപനങ്ങളും ഒരുപാട് ബാലാരിഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. വീടുകളിൽ നിന്ന് പിടിയരി എന്ന് പറയുന്ന ആ അരി നമ്മുടെ ഉമ്മമാർ രാവിലെ ഉച്ചക്കുള്ള ഭക്ഷണത്തിന് അരിയിടുമ്പോൾ അതിന്നൊരല്പം അരി മാറ്റിവെച്ച് അങ്ങനെയുള്ള അരികൾ ശേഖരിച്ചുകൊണ്ട് പള്ളി നടത്തിയിരുന്ന, അതുപോലെ ദീനീ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മലബാറിലെ മുസ്ലിം സമൂഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള അവസ്ഥ പരിശോധിച്ചാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജുമഅക്ക് പോകാൻ ഷർട്ടില്ലാത്ത മനുഷ്യർ, ഒരു ഉടുതുണിയും ഒരു തോർത്തുമുണ്ടും, കുളിക്കാൻ ഇന്നത്തെ പോലെ 3-in-1 എന്ന് പറയുന്നത് പോലെ ഒരു കംഫർട്ട് റൂമിൽ ടോയ്ലറ്റും കുളിക്കാനും വുളു എടുക്കാനുള്ള വാഷ് ബേസ് ഉൾപ്പെടെയുള്ള 3 സൗകര്യങ്ങളുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പാടശേഖരങ്ങളിൽ അതിൻ്റെ ഓരത്ത് ഒരു കുളമുണ്ടായിരിക്കും. ആ കുളത്തിൽ പോയി മനുഷ്യൻ കുളിക്കാൻ, ആര്? ഷർട്ടില്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഈ തോർത്തുമുണ്ടൊക്കെ വൃത്തിയാക്കി അത് ഉടുത്ത് ഈ തുണി അലക്കുകയാണ്. അലക്കിയിട്ട് അത് ഉണക്കാൻ കൊണ്ടുപോയി ഇടുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ കുളിച്ച് ആ പാതി ഉണങ്ങിയ തുണിയുടുത്ത് പള്ളിയിലേക്ക് പോയിരുന്ന ഒരു കഴിഞ്ഞ കാലഘട്ടം മലബാറിലെ പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, പ്രിയമുള്ളവരെ, വഖഫ് എന്ന് പറയുന്ന ഈ മഹനീയമായിട്ടുള്ള അമല് അത് ഇസ്ലാം വമ്പിച്ച പ്രാധാന്യത്തോടുകൂടെ കാണുകയാണ്. പരിശുദ്ധ ഖുർആനിലെ അനവധിയായിട്ടുള്ള വചനങ്ങൾ, അതുപോലെ പ്രവാചകന്റെ മൊഴികളിൽ അനവധിയായിട്ടുള്ള സൂക്തങ്ങൾ, വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വഖഫുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ നിരവധി സൂക്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രസക്തമായിട്ടുള്ള, നമുക്കെല്ലാം ചിരപരിചിതമായിട്ടുള്ള ഒരു വചനമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിൽ 261-ാമത്തെ വചനം,
മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകളുടെ ഉപമ മസലുൽ ലദീന എന്നാണ്. ഒരു വിഭാഗത്തിൻ്റെ ഉപമ. ആരാണ് ഒരു വിഭാഗം? അല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, റബ്ബിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന ആളുകളുടെ ഉപമ അതെങ്ങനെയാ? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണി എന്ന് പറയുന്നത് അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ആ ഒരു ധാന്യം കൊണ്ടൊരു കതിരുണ്ടാകുന്നു. ആ ഓരോ കതിരിലും ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അതിന് 7 കതിരുകൾ. ഒരു ചെടിക്ക് 7 കതിരുകൾ, എന്നിട്ട് ഓരോന്നിലും 100, അപ്പൊ 700 എന്നിട്ട് അല്ലാഹു പറയാൻ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടിയായിട്ട് 10 മടങ്ങായിട്ട് നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനാണ്, സർവജ്ഞനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്തങ്ങൾ വഖഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ എന്താ? നമ്മൾ റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു വഖഫ് ചെയ്താൽ, പ്രിയമുള്ളവരെ, ഒരു 10 സെന്റ് ഭൂമി നൽകി കഴിഞ്ഞാൽ, നമ്മുടെ വകയായി ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഹൃദയ വിശുദ്ധി, നമ്മുടെ ഈമാനിന്റെ ആഴമനുസരിച്ച്, നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല അത് 10 മടങ്ങായിക്കൊണ്ട്, എത്രയോ ഇരട്ടിയായിക്കൊണ്ട് നമുക്ക് നൽകുമെന്ന് ഈ സൂക്തം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ തിരുമൊഴികളിൽ നമുക്ക് വഖഫുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതും വളരെ പ്രസിദ്ധമായിട്ടുള്ള വചനം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ, മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാതും നിശ്ചലമാകും, മുറിഞ്ഞു പോകും, നിന്നു പോകും, അവസാനിക്കും. സംശയം വേണ്ട. ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ. അതെന്താ? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ. ഒന്നാമതായിട്ട് പറയുന്നത് ഒഴുകുന്ന, പ്രവഹിക്കുന്ന ദാനം. മറ്റൊന്ന് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനകരമായിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള അറിവ്, വിജ്ഞാനം. മറ്റൊന്ന് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി, തൻ്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ സ്വദഖത്തുൻ ജാരിയെ കുറിച്ച് പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനെന്ന് നമ്മൾ പറയുകയുണ്ടായി, സുന്നത്തെന്ന് പറയുകയുണ്ടായി. മുസ്ലിം സമൂഹത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായത്തിന് അൽ ഇജ്മാ എന്ന് പറയും. ഇജ്മാവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒട്ടനവധി രേഖകളുണ്ട്. മഹാനായിട്ടുള്ള ഇമാം തിർമിദി റഹിമഹുല്ലാഹ് തൻ്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ പറഞ്ഞിട്ട് പറയാൻ വൽ അമലു അലാ ഹാദാ ഇൻദ അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം. ഇതനുസരിച്ച്, അഥവാ ഈ വഖഫ് അനുസരിച്ച്, പ്രവാചകന്റെ സ്വഹാബത്തിൽപ്പെട്ട അഹ്ലുൽ ഇൽം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, വഗൈരിഹിം സ്വഹാബത്തല്ലാത്ത പണ്ഡിതന്മാരും, അവരുടെ അടുക്കലൊക്കെ ഇതനുസരിച്ചാണ് അമലുകൾ, പ്രവർത്തനങ്ങൾ എന്നാണ്. ലാ നഅലമു ബൈനൽ മുതഖദ്ദിമീന മിൻഹും ഫീ ദാലിക ഇഖ്തിലാഫൻ ഫീ ഇജാസത്തി വഖഫിൽ അർളീന വഗൈരി ദാലിക. മുൻഗാമികളായിട്ടുള്ള, പൂർവസൂരികളായിട്ടുള്ള ആളുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഭൂമിയോ അതല്ലെങ്കിൽ മറ്റ് പ്രയോജനകരമായിട്ടുള്ള സംഗതിയോ വഖഫ് ചെയ്യൽ അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുള്ളതായിട്ട്, ഭിന്നതയുള്ളതായിട്ട് നമുക്ക് അറിയുകയില്ല എന്ന് ഇമാം തിർമിദി രേഖപ്പെടുത്തുകയാണ്. അതായത് വഖഫിൻ്റെ കാര്യത്തിൽ അവർക്ക് ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമായിരുന്നു. മഹാനായിട്ടുള്ള ഇമാം കാസാനി അദ്ദേഹത്തിൻ്റെ അൽ ബദായു സനായി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അൽ ഇജ്മാഉ അലാ ജവാസി വഖഫിൽ മസാജിദ്.
പള്ളികൾ നിർമ്മിച്ച് വഖഫ് ചെയ്യുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ് എന്നുള്ള കാര്യം അത് ലോക മുസ്ലിം പണ്ഡിതർ ഏകോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി, ഇമാം ഷൗക്കാനി അവരൊക്കെ തന്നെയും അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ വഖഫുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വഖഫുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ സഹീഹുൽ ബുഖാരിയിൽ 2737 നമ്പർ വചനത്തിൽ മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു വഖഫ് നടത്തിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം പറയാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, അസ്വാബ അർളൻ ബി ഖൈബറ, ഖൈബർ എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, അവിടെ എനിക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു അർളൻ ബി ഖൈബറ ലം അസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദി മിൻഹു. ഖൈബറിൽ എനിക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രിയങ്കരമാണ്, എനിക്കേറെ ഇഷ്ടപ്പെട്ട ഭൂമിയാണ്. ആ വിഷയം, ആ ഭൂമി എന്ത് ചെയ്യണം എന്ന് പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ്. ഫമാത ഉമുറു ബിഹി, അതെന്ത് ചെയ്യണമെന്ന് അങ്ങ് എന്നോട് കൽപ്പിക്കൂ. നിങ്ങൾ നോക്കൂ, അവരുടെയൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗം അല്ലെങ്കിൽ ഒരു സമർപ്പണ മനോഭാവം. ഏറ്റവും ഇഷ്ടപ്പെട്ട് ദാനം ചെയ്യുക. സഹീഹുൽ ബുഖാരിയിൽ 2737 നമ്പറിൽ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഇൻ ശീത ഹബസ്ത അസ്ലഹാ, അതിൻ്റെ മൂലവസ്തു, അതിൻ്റെ അടിസ്ഥാന വസ്തു പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്നുള്ള പ്രയോജനം വതസദ്ദഖ്ത ബിഹാ, നീ സദഖ ചെയ്യുക എന്നാണ്. അങ്ങനെ ഫതസദ്ദഖ ബിഹാ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ദാനം ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് പറയാൻ, അന്നഹു ലാ യുബാഉ, അങ്ങനെയുള്ള ആ ദാനമുണ്ടല്ലോ വഖഫ് ചെയ്തത്, അത് വിൽക്കാൻ പാടില്ല. വലാ യൂഹബു, പാരിതോഷികം നൽകാൻ പാടില്ല. വലാ യൂറസു, അനന്തരമെടുക്കാൻ പാടില്ല. ഇതിൻ്റെ വാപ്പ വഖഫ് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വന്ന് പറയാൻ ഒരു ന്യായവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് വഖഫ് ചെയ്ത് വതസദ്ദഖ ബിഹാ ഫിൽ ഫുഖറായി വഫിൽ ഖുർബാ വഫിർ റികാബി വഫി സബീലില്ലാഹി വബിനിസ് സബീലി വല്ലൈഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രന്മാർ, ബന്ധുക്കൾ, അതുപോലെ അടിമ മോചനത്തിന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിയാത്രക്കാർ, അതിഥികൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രയോജനം കിട്ടാനായിട്ട് അത് ചെയ്തു എന്നാണ്. എന്നിട്ട് ആ ഹദീസിൽ പറയുകയാണ്, ലാ ജുനാഹ അലാ മൻ വലിയഹ അൻ യഅകുല മിൻഹാ ബിൽ മഅറൂഫ്. ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. ആ ആളുകൾക്കുള്ള മാർഗനിർദ്ദേശം കൂടിയാണിത്. ഈ വചനത്തിൽ പറയാൻ, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇപ്പം മുത്തവല്ലി എന്ന് പറയും, ഇങ്ങനെ വഖഫ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അദ്ദേഹമാകട്ടെ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റുള്ള ആളുകളാകട്ടെ, അതിന്നവർക്ക് മര്യാദപൂർവം ആവശ്യത്തിനുള്ളത് ഭക്ഷിക്കാൻ കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. എന്നിട്ട് പറയാണ്, വയുത്ഇമ ഗൈറ മുതമവ്വിലിൻ, സമ്പത്ത് ശേഖരിക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ആ ഒരു മനസ്സില്ലാതെ അതെന്ത് ചെയ്യാം, ഭക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ മഹനീയമായിട്ടുള്ള ഒരു വഖഫിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ എത്രയെത്ര പവിത്രമായിട്ടുള്ള വഖഫിൻ്റെ ചരിത്രമാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളത്. നിങ്ങൾ റൂമാ കിണറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു യഹൂദിയായ മനുഷ്യൻ്റെ അടുക്കലായിരുന്നു ആ കിണറുണ്ടായിരുന്നത്. അദ്ദേഹം വെള്ളം വിൽപ്പന നടത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ക്ഷാമത്തിൻ്റെ വരൾച്ചയുടെ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ചോദിച്ചു, മൻ യശ്തരി ബിഇറ റൂമാ, ആരാണ് ആ റോമ കിണർ വാങ്ങുക, എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുക എന്നാണ്. ഫലഹുൽ ജന്ന,
അവന് സ്വർഗമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന, അതിനേക്കാൾ ഉത്തമമായത് സ്വർഗത്തിൽ അവനുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വാങ്ങി 35,000 ദിർഹം കൊടുത്താണ് അത് വാങ്ങുകയും അങ്ങനെ സമൂഹത്തിനാകമാനം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പൊതു കിണറായിട്ട് അത് വഖഫ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം ഏതാണ്? ആലു ഇമ്രാൻ. അതിൻ്റെ 92-ാമത്തെ വചനം. ആ വചനം എല്ലാവരും ഹൃദയസ്ഥമാക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കരസ്ഥമാക്കുകയില്ല എന്നല്ല, കരസ്ഥമാക്കുകയേ ഇല്ല എന്നാണ്. ശരി, ആ ആയത്ത് മഹാനായ അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ആ ആയത്ത് അവതീർണമായപ്പോൾ അദ്ദേഹത്തിന് മദീന പള്ളിയുടെ മുൻവശത്ത്, മസ്ജിദുൻ നബവിയുടെ മുൻവശത്ത്, ഹദീസിൽ കാണാം മുസ്തഖ്ബിലുൽ ഖിബ്ല, മുസ്തഖ്ബിലുൽ മസ്ജിദ്, പള്ളിയുടെ മുൻവശത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു, ഈത്തപ്പന തോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയി അതിൽ നിന്ന് അതിൻ്റെ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു. അവിടുത്തെ ഭക്ഷണം ഈത്തപ്പഴങ്ങൾ കഴിക്കുമായിരുന്നു. ഹദീസിൽ കാണാം വകാനത്ത് മുസ്തഖ്ബിലത്തുൽ മസ്ജിദ് വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിൻ മാഇൻ ഫിഹാ തയ്യിബിൻ. അതിലെ ആ ഉത്തമമായ വിശിഷ്ടമായ വെള്ളത്തിന്ന് റസൂലുള്ള കുടിക്കും, അങ്ങോട്ട് കടന്നു ചെല്ലും. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ അദ്ദേഹം വരികയാണ്. ഖാമ അബൂ തുൽഹത ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം പലപ്പോഴും കേട്ടതായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയാണ്, പ്രവാചകരെ, ഇന്നല്ലാഹ തബാറക വ തആല യഖൂൽ, ഉന്നതനും അനുഗ്രഹീതനുമായിട്ടുള്ള പടച്ച റബ്ബ് പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്പത്ത് അത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയില്ല എന്ന് അല്ലാഹ് പറയുന്നു. അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൈറുഹാ എന്ന് പറയുന്ന ആ തോട്ടമാണ്. അത് ഞാനിതാ ധർമ്മം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത്ഭുത സ്തബ്ധനായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാലുൻ റാബിഹുൻ എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ലാഭമുള്ളൊരു കച്ചവടം അല്ലെങ്കിൽ ലാഭമുള്ളൊരു സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അതിനെ സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, അത് ബന്ധുക്കളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾ ഫി അഖാരിബിഹി വബനി അമ്മിഹി, അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രന്മാർ അല്ലെങ്കിൽ മക്കൾ, അതുപോലെ മറ്റുള്ള ബന്ധുക്കൾ, അവരുടെ ക്ഷേമത്തിന് വേണ്ടി അത് നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇത് സഹീഹുൽ ബുഖാരിയുടെ 1461, അതുപോലെ തന്നെ സഹീഹ് മുസ്ലിം 998 നമ്പറുകളിലൊക്കെ കാണാം. ഇങ്ങനെ എത്രയോ വഖഫിന്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ പ്രവാചകനോ പ്രവാചകന്റെ അനുയായികളോ മാത്രമല്ല, പിന്നെയും വഖഫ് തുടർന്നുകൊണ്ടേയിരുന്നു. മഹാനായ സ്വലാഹുദ്ദീൻ അൽ അയ്യൂബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയുന്നത്, ഡമസ്കസിൽ ഒരു കോട്ടയുടെ കവാടത്തിൽ അദ്ദേഹം 2 ചാലുകൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് ആ 2 ചാലുകൾ? ഒന്ന് പാലിൻ്റെ ചാല്, ഇങ്ങനെ ഒഴുകുന്ന ഒരു ചാല്. മറ്റൊന്ന് മധുരപാനീയത്തിൻ്റെ ചാല്. 2 ചാലുകൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാ ആഴ്ചകളിലും മാതാക്കൾ വന്നിട്ട്, ഉമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ളതായ പാനീയങ്ങൾ, പാല്, ഇതൊക്കെ ശേഖരിച്ച്
കൊണ്ടുപോകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം എന്താണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്നത്? ഈ ഭൂമുഖത്ത് പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീരൊപ്പുവാൻ, ദുർബലരായിട്ടുള്ള, അശരണരായിട്ടുള്ള, രോഗികളായിട്ടുള്ള, വിധവകളായിട്ടുള്ള, അനാഥകളായിട്ടുള്ള, എല്ലാവരാലും അവഗണിക്കപ്പെട്ട പാവപ്പെട്ട സമൂഹം, അവർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ, അവരെ ചേർത്തു പിടിക്കുവാൻ, അവർക്ക് സാന്ത്വനമേകാൻ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സന്ദർഭത്തിലും ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു പ്രവാഹമുണ്ടാകണമെന്നുള്ള ശാഠ്യമാണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ മാനവികതയുടെ മുഖമാണ് വഖഫ് എന്നുള്ളത്. സഹോദരങ്ങളെ, പള്ളി, മദ്രസ, യതീംഖാന, ഇത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തൊക്കെ ഈദ്ഗാഹുകൾ, പെരുന്നാൾ നമസ്കരിക്കുക മൈതാനത്താണ്, അതിന് ഈദ്ഗാഹ് എന്ന് പറയും. അങ്ങനെ ഈദ്ഗാഹ് നമസ്കരിക്കാനായിട്ട് ഈദ്ഗാഹുകൾ വഖഫ് ചെയ്തവർ, വിദ്യാലയങ്ങൾ, അറബി കോളേജുകൾ മാത്രമല്ല, പൊതുവിദ്യാലയങ്ങൾ പോലും അത് സ്ഥാപിക്കാനുള്ള ഭൂമി, ആ ഭൂമി മാത്രമല്ല, അത് സ്ഥാപിച്ച് ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള വഖഫുകൾ. അതുമാത്രമല്ല, കുടിവെള്ളം ലഭ്യമാക്കുന്ന കിണറുകൾ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള, ജനങ്ങൾക്ക് മാത്രമാണോ? മൃഗങ്ങൾ, പക്ഷികൾ, അവർക്ക് പോലും പ്രയോജനം കിട്ടുന്ന വഖഫുകളാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിന് പറയാനുള്ളത്. പാവപ്പെട്ട മനുഷ്യർ മാത്രമല്ല, മിണ്ടാ പ്രാണികളായിട്ടുള്ള, നാൽക്കാലികളായിട്ടുള്ള, പാറിപ്പറക്കുന്ന പറവകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ക്ഷേമം, അതാണ് ഇസ്ലാമിൻ്റെ വഖഫിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വഖഫ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ നോക്കൂ, വഖഫിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ നടയെ സൂചിപ്പിച്ചു. ഈ ദാനമൊക്കെ ചെയ്യുമ്പോഴും, എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ടുള്ള, വളരെ ഇഖ്ലാസോടുകൂടെയുള്ള ഒരു മനസ്സായിരിക്കണം, റബ്ബിൻ്റെ തൃപ്തിയായിരിക്കണം, പരലോകത്തിൽ വിജയമായിരിക്കണം, ആഖിറത്തിൽ നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടി ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ മോഹമായിരിക്കണം നമുക്ക് അത് വഖഫ് ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഈ വഖഫിന് ചില നിബന്ധനകളുണ്ട്. പ്രധാനമായിട്ടുള്ള നിയ്യത്ത്, വഖഫ് ചെയ്യുന്നു എന്നുള്ള നിയ്യത്ത്, അതിനൊരു സീഗ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സീഗ എന്ന് പറഞ്ഞാൽ, ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്ന ഒരു സംസാരം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ അത് എന്തിനാണ് എന്ന്, പള്ളിക്കാണോ, മദ്രസക്കാണോ, പിന്നെ ആതുരാലയമാണോ, വിദ്യാലയമാണോ, അങ്ങനെയൊക്കെയുള്ള എന്തിനാണ് ഇത് ചെലവഴിക്കുന്നത് എന്നുള്ളത് വേണം. സാക്ഷികൾ ഉണ്ടായിരിക്കണം, അതും വളരെ നല്ല കാര്യമാണ്. ഇതിന് സാക്ഷികൾ വേണം. അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ പള്ളി, മസ്ജിദ് എന്ന് പറയുന്ന, ബൈത്തുള്ള എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനം സംരക്ഷിക്കേണ്ടുന്ന, അത് പരിപാലിക്കേണ്ടുന്ന, അത് കൈകാര്യം ചെയ്യേണ്ടുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, നിശ്ചയം പള്ളികൾ പരിപാലിക്കേണ്ടത്, ഭരണം നടത്തേണ്ടത് ആരാണ് എന്നുള്ളത്. പരലോക വിശ്വാസമുള്ള, അതുപോലെ നമസ്കാരവും സകാത്തും ഒക്കെ കൃത്യമായി ചെയ്യുന്ന, അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ടുകൊണ്ട്, ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും ഭയപ്പെടാതെ റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളായിരിക്കണം വഖഫ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പള്ളികളും ദീനീ സ്ഥാപനങ്ങളും അതുപോലെ ഇങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട സംഭവങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ,
നമ്മൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കോവർ കഴുതയും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധവും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അത് ദാനം ചെയ്തിട്ടാണ്, അത് വഖഫ് ചെയ്തിട്ടാണ് പ്രവാചകൻ വിയോഗം പ്രാപിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഫതുഹുൽ ബാരിയിലൊക്കെ കാണാം ആരാണ് ആദ്യം വഖഫ് ചെയ്തത് എന്ന്. ചില ആളുകൾ പറയുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന്. എന്നാൽ ഖുബാ പള്ളി നമുക്കറിയാം, ഹിജറ കഴിഞ്ഞ് ഹിജറ വന്ന് വരുമ്പോൾ ആണല്ലോ ഖുബാ പള്ളി ഉണ്ടാക്കിയത്. ആ ഖുബാ പള്ളി തന്നെ ഒന്നാമത്തെ വഖഫാണ് എന്ന ആരാധനക്കായിട്ടുള്ള വഖഫ്. എന്നാൽ സമൂഹത്തിൻ്റെ നന്മക്കായിട്ടുള്ള വഖഫ്, അതുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഖഫാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വഖഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം ഒരു പുതിയ വഖഫ് അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത് മുസ്ലിം സമൂഹത്തിനെ ക്രൂശിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഈ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ കൊണ്ടുവന്ന ഒന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എതിരായിട്ടുള്ള ഒന്നാണോ? അല്ല, മറിച്ചെന്താ, അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ളതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 25, 26, 27, 28 ആർട്ടിക്കിൾ പറയുന്നത്, ഞാനത് വായിച്ച് നോക്കിയിട്ടില്ല, പത്രങ്ങളിലൂടെയും മറ്റൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ, മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെയുള്ള റൈറ്റ്, അവകാശം, അത് അറിയിക്കുന്ന ആർട്ടിക്കിളാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 26. അതിനെതിരെയുള്ള കടന്ന് കയറ്റമാണ് സത്യത്തിൽ ഈ ബില്ല് എന്നാണ് പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങൾക്കും, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ ഏത് മതമാകട്ടെ അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. മതമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ജീവിക്കാനും അതിനുള്ള അവകാശം നൽകുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള എന്താ, ഇത് ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ കൊണ്ടുവന്നതാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ്. 2, ഇന്ത്യയുടെ സെക്കുലറിസത്തിന് അഥവാ മതേതരത്വത്തിനെതിരാണ്, ഇന്ത്യൻ്റെ ഡെമോക്രസിക്കെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുസ്ലിങ്ങൾ മാത്രം മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമല്ല. ഈ രാജ്യത്തെ ഭരണഘടനയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥകളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെയും ഈ ബില്ലിനെ എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ മാത്രമാണോ ഇതിനെതിരെ പ്രതികരിച്ചത്? ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച് വോട്ടിനിട്ടപ്പോൾ 232 വോട്ടുകൾ ഇതിൻ്റെ ബില്ലിനെതിരായിക്കൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. 232 വോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതെന്താ അറിയിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് 232 മെമ്പർമാരുണ്ടോ പാർലമെന്റിൽ? ഇല്ല. ലോകസഭയിൽ മാത്രം ഉണ്ടോ? ഇല്ല. പിന്നെന്തുകൊണ്ടാ? നിങ്ങൾ നോക്കൂ, ഇവിടെ മുസ്ലിങ്ങളുടെ പ്രശ്നം പറയാനും അതിൻ്റെ അവകാശങ്ങൾ നേടിത്തരുവാനും മുസ്ലിങ്ങളല്ലാത്ത കടുത്ത വിഗ്രഹാരാധകന്മാരായിട്ടുള്ള, ആഴ്ചകൾ തോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും അമ്പലത്തിലും ക്ഷേത്രത്തിലും പോകുന്ന, നേർച്ചയിടുന്ന അങ്ങനെയുള്ള ആളുകൾ പോലും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഭരണഘടനയ്ക്ക് വേണ്ടി, രാജ്യത്തെ മുസൽമാന്റെ അവകാശത്തിന് വേണ്ടി അവർ പൊരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ അത് നമുക്ക് പാഠമുണ്ട് പ്രിയമുള്ളവരെ. ചില ആളുകൾ എന്താ ധരിച്ചിട്ടുള്ള അറിയങ്ങൾ, ഒരു കുറിട്ടാൽ, ഒരു പൊട്ടിട്ടാൽ, അല്ലെങ്കിൽ കയ്യിലൊരു ഒരു ബന്ധൻ, രക്ഷാബന്ധൻ എന്ന് പറയുന്ന കയറുണ്ടല്ലോ, അല്ലെങ്കിൽ നൂല്, അത് കെട്ടിയാൽ അവനൊക്കെ വർഗീയവാദിയാണ് എന്നുള്ള ചിന്തയാണ്. അത് തെറ്റാണ്.
അങ്ങനെയുള്ള വർഗീയവാദികൾ കുറവാണ്. അവർ മുമ്പ് കാലത്തേക്കാളും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാവരെയും ആ അർത്ഥത്തിൽ കാണരുത്. ഒരാൾ അമ്പലത്തിൽ പോയാൽ അയാൾ നമ്മുടെ ശത്രുവാണ് എന്ന് കണ്ടുകൂടാ. അങ്ങനെയുള്ള എത്രയോ ആളുകൾ നമുക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അതെന്താണ് പഠിപ്പിക്കുന്നത്? ഈ രാജ്യത്തുള്ള വ്യത്യസ്ത മതജനവിഭാഗങ്ങൾ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, സിഖുകാരാകട്ടെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ നാട്ടിലെ മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് 610 കുടുംബങ്ങൾ അവിടെ വില കൊടുത്ത് ഭൂമി വാങ്ങിയെന്നാണ് പറയുന്ന അല്ലാഹുവാലം. ഏതായിരുന്നാലും അവർ വലിയ സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുപാട് സമരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. ആ ഭൂപ്രദേശമുള്ള പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനാണ്. എന്ന് മാത്രമല്ല, ആ സമരം ചെയ്യുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ പറയുന്നത്, ഇത് മൈ പേഴ്സണൽ ഇഷ്യൂ എന്നാണ്, ഇതെൻ്റെ വ്യക്തിപരമായ പ്രശ്നം കൂടിയാണെന്നാണ്, ആൻഡ് ഇമോഷണൽ ഇഷ്യൂ എന്നാണ്. നിങ്ങൾ ആലോചിക്കണം അവരൊക്കെ പ്രയോഗിച്ചുള്ള പദങ്ങൾ. അപ്പോൾ എത്രമാത്രമാണ് അദ്ദേഹത്തെ ആ സമയത്ത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ക്രൈസ്തവരിൽപ്പെട്ടിട്ടുള്ള കാസായി എന്ന് പറയുന്ന ഹൈന്ദവരിലെ RSSന് തുല്യരായിട്ടുള്ള വിഭാഗം അതിശക്തമായ ഭാഷയിൽ തെറിയഭിഷേകം ചെയ്യുകയായിരുന്നു. ഒറ്റപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഘട്ടമായിരുന്നു. പക്ഷേ അദ്ദേഹം വിഷയം പഠിച്ച് സത്യം അത് പ്രഖ്യാപിച്ചു, സധൈര്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. എന്നിട്ടോ അള്ളാഹുവിൻ്റെ സഹായം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ച മന്ത്രിമാർ, അല്ലെങ്കിൽ അത് ആ ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ, മുനമ്പത്തുകാർക്ക് ഈ ബില്ല് കൊണ്ടൊരു നേട്ടവുമില്ല എന്ന് പറയാതെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമല്ല, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ നമ്മോടൊപ്പം നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ അത് കണ്ടുകൊണ്ട് നീതിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി, സാമൂഹിക സൗഹാർദ്ദത്തിന് വേണ്ടി ഈ രാജ്യത്തുള്ള അന്യമതസ്ഥരായിട്ടുള്ള വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകൾ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഇതിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാനത് വായിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കാം. ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരാൾ 5 വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ അദ്ദേഹത്തിന് ഇത് ചെയ്യാനായിട്ട് പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ബാലിശമാണ് എന്ന് കോടതിയിൽ പോലും തെളിയിക്കപ്പെടുകയുണ്ടായി. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി ഇനിയും നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ? ഇന്ത്യ മഹാരാജ്യത്ത് 14-ാം നൂറ്റാണ്ടിൽ, 15-ാം നൂറ്റാണ്ടിൽ, 16-ാം നൂറ്റാണ്ടിലൊക്കെ ഒരുപാട് ഭൂമി, പള്ളികൾ ഒക്കെ ഇങ്ങനെ വഖഫ് ചെയ്തതായിട്ടുണ്ട്. അതിന് ആദായം പട്ടയൊന്നുമില്ല, വെറും ഞാൻ വഖഫ് ചെയ്തു എന്നുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ വഖഫായിട്ട് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു. ആ ഭൂമിയൊക്കെ കയ്യേറാനുള്ള കുൽസിത ശ്രമമായിരുന്നു സത്യത്തിലത്. അത് പൊളിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുകയാണ്. അർഹമുറാഹിമിനായ റബ്ബ് അങ്ങനെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ഈ സ്വത്തുക്കൾ സംരക്ഷിച്ച് ഈ ഇന്ത്യൻ മുസൽമാന്മാരെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും, എല്ലാ കുറ്റങ്ങളും അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, ഫضل കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അള്ളാഹുവിൻ്റെ ആ സ്വർഗ പൂങ്കാവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.